അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ചിക്കൻ റോസ്റ്റാണ്. നമുക്കാദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഞാൻ തൊലിയോടുകൂടിയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തൊലി ഇല്ലാതെയും ഇത് ചെയ്യാം. നമ്മൾ തൊലിയോട് കൂടിയിട്ട് മേടിച്ചു. ഇതിലേക്ക് 2 സ്പൂൺ ഉപ്പ്, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലയാണ്, അതുകൊണ്ടാണ് 1/2 സ്പൂൺ ഇടുന്നത്. നിങ്ങൾ മേടിക്കുന്ന ഗരം മസാലയാണെങ്കിൽ നിങ്ങൾ 1 സ്പൂൺ ഇട്ടോളൂ. അതുപോലെ തന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി. ഇതും നമ്മൾ കുരുമുളക് മേടിച്ച് പൊടിക്കുന്നതാണ്. നിങ്ങളുടെ പുറത്തുനിന്ന് മേടിക്കുന്ന കുരുമുളക് പൊടിയൊക്കെ ആണെങ്കിൽ 1.5 സ്പൂണൊക്കെ ഇടേണ്ടി വരും. ഒരു ഇതിൽ വേപ്പില, അതിലേക്ക് കുറച്ച് തൈര്, അധികമൊന്നും വേണ്ട, കുറച്ച് മതി, 2 സ്പൂൺ തൈര്. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ നല്ലതാണ്. ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കും. കൈകൊണ്ട് തന്നെ ഇളക്കുന്നതാണ് നല്ലത്. നിങ്ങൾ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ ഒക്കെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒന്ന് ശരിക്കും പിടിക്കില്ല. രണ്ടാമത് ഇത് വൃത്തിയായിട്ട് ജോയിൻ്റ് ആകും. ഈ കറികളിലും ഈ പറഞ്ഞ പൊടികളൊക്കെ കൂടി യോജിക്കൽ ഉണ്ടായില്ല. പിന്നെ കുറച്ച് തൊലിയുള്ള ചിക്കനാണ്, അതുകൊണ്ട് നിങ്ങൾ സ്പൂണൊക്കെ ഇട്ടാണ് ഇളക്കുന്നെങ്കിൽ ഈ തൊലിയിൽ ആ സ്പൂൺ അല്ലെങ്കിൽ ഫോർക്ക് പറ്റും. അതുകൊണ്ട് കൈകൊണ്ട് തന്നെ യോജിപ്പിക്കുക. വേണമെങ്കിൽ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേറെ രണ്ടാമത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ചേർക്കാതിരുന്നത് കേട്ടോ. ഇത് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വയ്ക്കാം. ഞാനിവിടെ ഒരു 20 മിനിറ്റ് വയ്ക്കുന്നുള്ളൂ, കാരണം നമുക്ക് സമയമില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഇതൊന്ന് റെഡിയായിട്ട് വരാം. നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ആരംഭിക്കും. ആദ്യം അതിലേക്ക് കുറച്ച് ബട്ടർ, ആ ബട്ടർ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് 1 സ്പൂണ് എണ്ണ, ഇതിലേക്ക് 1 സ്പൂണ് കടുക്, കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്കൊരു 5 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി എന്നിവ ചേർത്ത് ഒരു 2 സെക്കൻഡ് ഒന്ന് ഇളക്കുക.
എന്നിട്ട് അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സബോള നീളത്തിലേക്ക് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. വല്ലാണ്ട് ചുവന്ന കളറിലേക്കൊന്നും വേണ്ട, ഒന്ന് കളർ മാറി ഒരു ഗോൾഡൻ കളറിലേക്ക് വരിക എന്നുള്ളതാണ്. അത് പെട്ടെന്ന് ആവാനായിട്ട് ഒരു 1/2 സ്പൂണോളം ഉപ്പ്. നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അവിടെ ഇതിലധികം ഉപ്പിടേണ്ട ആവശ്യമില്ല. ആ ഉപ്പിന് ധാരാളം. ഇതിപ്പോൾ ഈ സവോള ഇതാവാനുള്ള ഉപ്പ് സവോള ഒന്ന് മൂത്തിട്ട് വരാം. ഉള്ളി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിന് വല്ലാണ്ട് നിറം മാറൊന്നും വേണ്ട. നിറം മാറാൻ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിൽ 2 തക്കാളി, 2 മീഡിയം സൈസ് തക്കാളി ഇതിലേക്ക് ചേർക്കും. ഇളക്കാം. തക്കാളി ഒന്ന് വെന്ത് വരണം. വെന്ത് ഓടയണമെന്നില്ല, തക്കാളി അങ്ങനെ കടിക്കുന്ന പൊസിഷനിൽ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും അതൊന്ന് മൂക്കണം. ഒന്ന് അടച്ചു വെച്ചിട്ട് അത് മൂക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. തക്കാളി ഒന്ന് ഇതായിട്ട് വരാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞുടങ്ങി അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കും. പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും അതിൽ അഡീഷൻ ചേർക്കുന്നില്ല. ചിക്കൻ നേരിട്ട് ഇതിലേക്ക് ചേർക്കണം. ആ ചിക്കനിലുള്ള മസാലയും ആ തൈരൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗ്രേവിയായിട്ട് പിന്നീട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് വേറെ മസാലയോ മറ്റ് സാധനങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ചിക്കൻ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി തക്കാളിയും ഉള്ളിയും ചേർന്നിട്ടുള്ള മസാല ഈ ചിക്കൻ്റെ മുകളിൽ ആ സ്ഥലത്തേക്കും നന്നായി ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കാം. ഇനി ആ ചിക്കൻ വെന്ത് വരണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അടച്ചു വയ്ക്കും. ചിക്കനെന്ന് കുറച്ച് വെള്ളമായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇതിനകത്ത് കുറച്ച് ഉണ്ടാവും. മാത്രമല്ല ഇത് തൊലിയോടുകൂടിയ ചിക്കൻ ആയതുകൊണ്ട് വേവാൻ കുറച്ചുകൂടി സമയം എടുക്കും. വെയിറ്റ് ചെയ്യും. ഞാൻ മനസ്സിലായി ചിക്കനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. ആ വെള്ളമാണ് ഇത്. കുറച്ചിനി ആ വെള്ളമുള്ളൂ. ആ വെള്ളം ഒന്ന് വറ്റിക്കുക. കാരണം വെള്ളം വറ്റുന്നൊരു ടേസ്റ്റാണ്. മുഴുവൻ വറ്റിക്കണമൊന്നുമില്ല. മുഴുവൻ വറ്റിച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു പോസ്റ്റ് പരുവത്തിൽ നമുക്കിത് കിട്ടും. അതല്ല കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം മുഴുവൻ വറ്റിക്കണമെന്നില്ല. ഞാൻ കുറച്ച് ചാറോട് കൂടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ചപ്പാത്തിക്ക് അത് കുറച്ച് ചാറോട് കൂടി ഉണ്ടാകുന്നതാണ് നല്ലത്. ഇത്രയും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നെടുക്കി കീറിയിട്ട് ഒരു ഏക്കട് വേപ്പില, മല്ലിയില ഇഷ്ടമുള്ള ആൾക്കാർക്ക് മല്ലിയില ഇടാം. ഞാനിവിടെ വേപ്പിലയാണ് ഇടുന്നത്. കാരണം വേപ്പില നമുക്കിവിടെ പറമ്പിൽ പൊട്ടിക്കാൻ കിട്ടും. അതുകൊണ്ടാണ് ഞാനതിനകത്ത് വേപ്പില ഇടുന്നത്. ഒന്ന് ഇളക്കുക.
കാരണം ഈ വേപ്പിലയുടെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും ആ ഒരു ഇത് ഈ മസാലയിൽ ചേരണം. ഒന്ന് ഇളക്കുക. ഇത്രയേ ഉള്ളൂ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്കിത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ദോശയുടെ കൂടെ കഴിക്കാം, പൊറോട്ടയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം. ഫിനിഷ്ഡ്.